പൗരോഹിത്യം എന്ന അവർണ്ണനീയമായ ദാനത്തെ പ്രതി ദൈവമേ അങ്ങേയ്ക്ക് സ്തുതി. നിത്യപുരോഹിതനായ ഈശോ മിശിഹായുടെ പ്രതിപുരുഷനായി അഭിഷേകം ചെയ്യപ്പെടുന്ന ഓരോ പുരോഹിതനും ദൈവവചനത്തിൻ്റെ പ്രഘോഷകൻ, ആടുകളുടെ ഇടയൻ, കൂദാശകളുടെ കാർമികൻ എന്നീ ത്രിവിധ ദൗത്യങ്ങളിലൂടെ ദൈവിക രക്ഷാകര പദ്ധതി ഈ ഭൂമിയിൽ തുടരുകയാണ്. നല്ലവനും വിശ്വസ്തനുമായ കാര്യസ്ഥനായി ദൈവിക രഹസ്യങ്ങളെ ദൈവജനത്തിന് മുൻപാകെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഓരോ പുരോഹിതനും സ്വർഗരാജ്യത്തിൻ്റെ സാക്ഷിയും നിത്യജീവന്റെ അച്ചാരവുമാണ്. പൗരോഹിത്യം ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണെന്ന് വിശുദ്ധ മരിയ വിയാനിയുടെ വാക്കുകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കളിമൺ പാത്രത്തിലെ നിധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വാക്കുകൾ. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിമാനമായ, ഒരുപക്ഷെ തക്കലയുടെ തോമാസ് ലിഹ എന്ന് വേണ്ടി വന്നാൽ വിളിച്ചു പറയാവുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് കൊടിയന്തറയച്ചൻ്റെ ജീവിതം നിത്യതയിൽ ലയിക്കുകയാണ്. അച്ഛൻ്റെ ഓട്ടം പൂർത്തിയായെന്നും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പര്യവസാനിച്ചുവെന്നും കണ്ട ദൈവം ഈ പുണ്യവൈദികനെ തിരികെ വിളിക്കുന്നു. ഈ ലോക ജീവിതമാകുന്ന കണ്ണുനീർ പുഴ നീന്തി നിത്യജീവന്റെ തുറമുഖത്ത് ആ ജീവിത നൗക നങ്കൂരമിട്ടിരിക്കുന്നു. ആയുസിന്റെ പുസ്തകത്തിൽ ദൈവം കായൽപ്പുറം ഇടവകക്കാരായ വക്കച്ചൻ തെയ്യാമ്പ ദമ്പതികൾക്ക് നൽകിയ ബെന്നി എന്ന മകന് ലഭിച്ചത് 52 വർഷങ്ങൾ. കഴിഞ്ഞ 25 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഫാദർ ഫിലിപ്പ് കൊടിയന്തറയുടെ പൗരോഹിത്യത്തിന്റെ പ്രായം 25. ഇക്കഴിഞ്ഞ വർഷം പൗരോഹിത്യ സ്വീകരണത്തിന്റെ 25 വർഷങ്ങൾ ജൂബിലിയായി കൊണ്ടാടി ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ ഈ വർഷം നമ്മോട് യാത്ര ചോദിക്കുന്നു. കർമ്മനിരതമായിരുന്നു ഫിലിപ്പച്ചന്റെ പൗരോഹിത്യ നടപടികൾ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷ വേല ചെയ്യുവാൻ ഈശോയിൽ നിന്നും ലഭിച്ച ആഹ്വാനം മിഷൻ തീക്ഷ്ണതയോടെ ഏറ്റുവാങ്ങിയ ഒരു പുരോഹിതൻ. പുതുമയും വ്യത്യസ്തതയും കൊണ്ട് അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ ഏറെ ശ്രദ്ധേയമായി. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അജപാലന പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്ത് നടപ്പിലാക്കി. സഭയുടെ ഔദ്യോഗികമായ ഉന്നത പദവികൾ ഏറെ അലങ്കരിച്ചിട്ടും കായൽപ്പുറത്തെ ഒരു കുട്ടനാടൻ വൈദികൻ, സാധാരണക്കാരൻ്റെ അപ്പസ്തോലൻ, നിസ്വാർത്ഥനായ മനുഷ്യൻ, ആത്മാർത്ഥതയുടെ ആൾരൂപം, എന്തൊക്കെ പറഞ്ഞാലും ഒന്നും അധികമാവുന്നില്ല. തക്കലയുടെ പ്രകാശമായും കായൽപ്പുറത്തിൻ്റെ തീരാ നഷ്ടമായും മാധ്യമങ്ങൾ വാഴ്ത്തിയ കൊടിയന്തറയച്ചൻ 1986 ഡിസംബറിലാണ് വൈദിക അഭിഷിക്തനായി തീർന്നത്. മാർ ജോസഫ് പൗത്തിൽ പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ പുരോഹിതനായി ഉയർത്തപ്പെട്ടത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായ കന്യാകുമാരി മിഷനിൽ പ്രവർത്തിക്കുവാൻ കുട്ടനാട്ടുകാരന്റെ നിഷ്കളങ്കതയും ലാളിത്യവും സഹാനുഭൂതിയുമുള്ള കൊടിയന്തറയച്ചൻ പൗത്തിൽ പിതാവിനാൽ നിയമിക്കപ്പെട്ടു. തക്കല രൂപതയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ഈ വൈദികൻ. സൂസൈപുരം, മാങ്കര, കിള്ളിയൂർ, അതൻകോട്ട്, തെറ്റിവിള, മാർത്താണ്ഡം എന്നീ ഇടവകകളിൽ അദ്ദേഹം വികാരിയായിരുന്നു. കന്യാകുമാരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ, കോർപ്പറേറ്റ് മാനേജർ എന്നീ നിലകളിൽ ഫിലിപ്പച്ചൻ്റെ സേവനം ഏറെ വലുതായിരുന്നു. 1997 മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹത്തെ തക്കല രൂപതയുടെ വികാരി ജനറാളായി നിയമിച്ചു. ജാതിമത ഭേദമില്ലാതെ അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു. സേവനത്തിന് അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. താഴെ തട്ടിലുള്ളവർക്ക് വേണ്ടി ഫാദർ ഫിലിപ്പ് നിതാന്ത ജാഗ്രത പുലർത്തി. തക്കലയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടപ്പോൾ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ബഹുമാനപ്പെട്ട കൊടിയന്തറയച്ചൻ നിയുക്തനായി. തക്കലയുടെ ആദ്യ തദ്ദേശീയ മെത്രാനായ മാർ ജോർജ് രാജേന്ദ്രൻ സ്നേഹത്തോടെ ആദരവോടെ ഫിലിപ്പച്ചനെ തൻ്റെയും വികാരി ജനറാളാക്കി. ഫിലിപ്പച്ചനോട് പിതാവിനുള്ള സ്നേഹവും ആദരവും പുഷ്പഗിരിയിലെയും അമൃത ആശുപത്രിയിലെയും താമസക്കാലത്ത് അനേകങ്ങൾ ശ്രദ്ധിച്ചതാണ്.
1960 ജനിച്ച, പുതുക്കരിപ്പള്ളിയിൽ മാമോദീസ മുങ്ങിയ, പുളുങ്ങുന്ന പള്ളിക്കുടങ്ങളിൽ പഠിച്ച, വടവാതൂർ സെമിനാരിയിൽ പരിശീലിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ. അച്ഛൻ്റെ 4 സഹോദരിമാർ ആരാധനാ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളാണ് എന്നത് ഏറെ പ്രശംസയോടെ ഓർക്കണം. 2013 ഫെബ്രുവരിയുടെ 2-ാം ദിവസം പ്രഭാതമുണർന്നത് ഫിലിപ്പച്ചനുണ്ടായ കാർ അപകടത്തിന്റെ വാർത്ത കേട്ടാണ്. MC റോഡിൽ ലൈക്കാട്ടായിരുന്നു സംഭവസ്ഥലം. ഗുരുതരമായി അദ്ദേഹത്തിന് പരുക്കേറ്റു. പുഷ്പഗിരിയിലെയും അമൃതയിലെയും ചികിത്സകൾ തോറ്റുപോയി. 9-ാം തീയതി പ്രഭാതത്തിൽ ഫിലിപ്പച്ചന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പറന്നുയർന്നു. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പെരിയ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കൊടിയന്തറയച്ചന്റെ മൃതദേഹം 2013 ഫെബ്രുവരി മാസം 10-ാം തീയതി രാത്രിയിലാണ് കൊടിയന്തറ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലേക്ക് എത്തിയത്. മൃതദേഹത്തെ സ്വീകരിക്കുവാനും ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന്റെ ഭൗതികദേഹം ഒരു നോക്ക് കാണുവാനും വലിയ ഒരു ജനാവലി ഏറെ ഇരുട്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലും പരിസരത്തുമായി തിങ്ങിക്കൂടിയിരുന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതി രാവിലെ 8 മണി മുതൽ കൊടിയന്തറ വീടിനുള്ളിൽ അച്ഛനെ ഒരു നോക്ക് കാണുവാൻ നാനാജാതി മതസ്ഥരായ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഒരുപാട് പേർ എത്തിയിരുന്നു. ഏകദേശം 10 മണിയോടുകൂടി പുഷ്പാലങ്കൃതമായി ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന്റെ മൃതദേഹം കൊടിയന്തറ വീടിന്റെ മുറ്റത്ത് പ്രതിഷ്ഠിച്ചു. ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും നാനാജാതി മതസ്ഥരായ ഒരുപാട് വ്യക്തികളുടെയും പ്രത്യേകിച്ച് തക്കലയിൽ നിന്നുള്ള വലിയൊരു ദൈവജനത്തിന്റെ സമൂഹവും ഈ കർമ്മങ്ങൾക്ക് സാക്ഷിയായി. അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകിയ അഭിവന്യ ജോസഫ് പൗവത്തിൽ തിരുമേനിയായിരുന്നു വീട്ടിൽ വെച്ചുള്ള പ്രാഥമിക മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. തക്കലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് അയ്യമാത്രയച്ചൻ മനോഹരമായി ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ അനുസ്മരിച്ചു. പൗരോഹിത്യ ജീവിതത്തിന്റെ 27 വർഷങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ തക്കലയിലാണ് പ്രവർത്തിച്ചതെങ്കിലും ചങ്ങനാശ്ശേരിയോടും ചങ്ങനാശ്ശേരിയിലെ വൈദികരോടും സിസ്റ്റേഴ്സിനോടും അൽമായരോടും അദ്ദേഹത്തിനുള്ള ബന്ധം എത്ര വലുതായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് എത്തിയ വലിയ ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന വിലാപയാത്ര ദേവാലയത്തിലെത്തിയത് 1 മണിയോടുകൂടിയാണ്. ദേവാലയത്തിലെത്തി മൃതദേഹം ദേവാലയ മധ്യത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം കോട്ടയം ലൂർദ് പള്ളിയുടെ ഫൊറോന വികാരി ജോസഫ് മണക്കളം, MST സഭയുടെ ജനറൽ ജെയിംസ് അത്തിക്കളം എന്നിവർ ഒപ്പീസ് പാടി അച്ഛൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചു. വലിയൊരു ജനാവലി കായൽപ്പുറത്തെ ഇടവക ദേവാലയത്തിന്റെ അകത്തും പുറത്തുമായി അച്ഛന് അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കുവാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ കായൽപ്പുറം ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട ജേക്കബ് അമ്പലത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയുടെ വികാരിയായ ബഹുമാനപ്പെട്ട ജേക്കബ് അമ്പലത്തിങ്കൽ അച്ഛന്റെ നേതൃത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയായും ചിട്ടയായും ക്രമീകരിക്കപ്പെട്ടു.
മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തിന് നേതൃത്വം വഹിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽമാരായിരുന്നു. ചങ്ങനാശ്ശേരിയുടെ അധിപനായ പെരുന്തോട്ടം പിതാവിന്റെ കാർമ്മികത്വത്തിൽ തക്കലയുടെ ഇടയനായ രാജേന്ദ്രൻ പിതാവിന്റെ സഹകാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യപ്പെട്ടു. സുവിശേഷ വായനയ്ക്ക് ശേഷം അഭിവന്യ ജോർജ് രാജേന്ദ്രൻ പിതാവ് വിശുദ്ധ ഗ്രന്ഥം അച്ഛനെ ചുംബിപ്പിച്ചു. ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവിൻ്റെതായിരുന്നു വചന സന്ദേശം. മാർത്താണ്ഡം രൂപതയുടെ അഭിവന്യ പിതാവ്, കോട്ടാർ രൂപതയുടെ പ്രതിനിധിയായ മരിയദാസ് അച്ഛൻ, എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. യിൽ ബഹുമാനപ്പെട്ട കൊടിയന്തറയച്ചൻ എന്തായിരുന്നുവെന്നും അച്ഛന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ രീതിയിലായിരുന്നുവെന്നും അഭിവന്യ രാജേന്ദ്രൻ പിതാവ് ജീവൻ തുടിക്കുന്ന വാക്കുകളിലൂടെ എല്ലാവരെയും അറിയിച്ചു. ഹൃദയസ്പൃക്കായ മൃതസംസ്കാര ശുശ്രൂഷയുടെ 4ാം ഭാഗത്തിന് പ്രധാന കാർമ്മികനായത് ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവാണ്. ഏറെ ഹൃദയഹാരിയായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വാക്കുകളും. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന്റെ ശുശ്രൂഷയുടെ പകുതിക്കാലത്തിലധികവും അഭിവന്യ ആലഞ്ചേരി പിതാവിനൊപ്പമായിരുന്നു. സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഏറെ പ്രമുഖർ ബഹുമാനപ്പെട്ട അച്ഛന്റെ മൃതദേഹം നോക്കിക്കാണുവാനും കുടുംബാംഗങ്ങൾക്ക് അനുശോചനങ്ങൾ അർപ്പിക്കുവാനും കൊടിയന്തറ വീടിന്റെ മുറ്റത്തും കായൽപ്പുറം പള്ളിയുടെ അങ്കണത്തിലുമായി എത്തിച്ചേർന്നിരുന്നു. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന കൊടിക്കുന്നേൽ സുരേഷ്, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന KC വേണുഗോപാൽ എന്നിവർ എത്തി പ്രാർത്ഥിച്ച് അനുശോചനങ്ങൾ അറിയിച്ചു. പാലാ രൂപതയുടെ അഭിവന്യ പിതാവ്, സീറോ മലബാർ സഭയുടെ കുരിയാമെത്രാൻ, ഇടുക്കി രൂപതയുടെ വികാരി ജനറൽ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ തുടങ്ങി ഒരുപാട് വ്യക്തികൾ ഈ 2 ദിവസങ്ങളിലായി കായൽപ്പുറം ദേശത്തെത്തി അച്ഛന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ബഹുമാനപ്പെട്ട മാത്യു മൂന്നാറ്റുമുഖത്തിൽ അച്ഛന്റെ നേതൃത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകളുടെ കർമ്മങ്ങളും ക്രമീകരണങ്ങളും ഏറെ ഭംഗിയും ചിട്ടയുമായി ക്രമപ്പെടുത്തുവാൻ എല്ലാവർക്കും സാധിച്ചു. ദേവാലയത്തോടും ബലിപീഠത്തോടും യാത്ര പറയുന്ന മനോഹരമായ കർമ്മങ്ങൾക്ക് പിന്നാലെ പ്രദക്ഷിണമായി ദൈവജനത്തെ സാക്ഷിയാക്കി സിസ്റ്റേഴ്സിന്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും അകമ്പടിയോടുകൂടി ദേവാലയത്തിൽ നിന്ന് മൃതദേഹം സിമിത്തേരിയിലേക്ക് സംവഹിക്കപ്പെട്ടു. അവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ആലഞ്ചേരി പിതാവാണ്. അഭിവന്യ പിതാക്കന്മാരുടെ ഏറെ പേരുടെ സാന്നിധ്യം സിമിത്തേരിയിൽ അപ്പോൾ ഉണ്ടായിരുന്നു. അഭിവന്യ പിതാക്കന്മാരുടെയും വികാരി ജനറൽ അച്ഛന്മാരുടെയും സാന്നിധ്യം സിമിത്തേരിയിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കൊടിയന്തറയച്ചന്റെ മൃതസംസ്കാര ശുശ്രൂഷ ചടങ്ങിനെ കൂടുതൽ പവിത്രമാക്കി. ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾക്ക് ശേഷം പുഷ്പങ്ങളും കുന്തിരിക്കമണികളും ഭൗതിക ദേഹത്തിൽ സമർപ്പിച്ച് ബഹുമാനപ്പെട്ട വൈദികർ അച്ഛന് ആദരാഞ്ജലികൾ സമർപ്പിച്ചു. ബന്ധുമിത്രാദികൾ കരങ്ങളിൽ ചുംബിച്ച് അച്ഛനോട് അന്തിമ യാത്ര പറഞ്ഞു. അവസാന ആശീർവാദം നൽകി കബറടക്ക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് ആലഞ്ചേരി പിതാവ് തന്നെയാണ്.
2013 ഫെബ്രുവരി മാസം 11-ാം തീയതി ഏകദേശം 6 മണിയോടുകൂടി ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന്റെ മൃതദേഹം കായൽപ്പുറത്തെ സിമിത്തേരിയുടെ ഖബറിനുള്ളിലേക്ക് വിലയം പ്രാപിച്ചു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് കൊടിയന്ത്രയച്ചൻ നമ്മോടുകൂടെ ഇനി ഇല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഖബറിനുള്ളിലേക്ക് അടയ്ക്കപ്പെട്ടു എങ്കിലും കഴിഞ്ഞ 52 വർഷങ്ങൾ കൊണ്ട്, പൗരോഹിത്യ ജീവിതത്തിന്റെ 27 വർഷങ്ങൾ കൊണ്ട് അച്ഛൻ സമൂഹത്തിന്റെ അങ്ങും ഇങ്ങും വാരി വിതറിയ നന്മകൾ, അവയെ അടക്കം ചെയ്യുവാൻ നമുക്ക് ഇന്നും ആകുന്നില്ല. സമൂഹത്തിന്റെ നാനാ തുറകളിലേക്ക്, വ്യത്യസ്തതകളിലേക്കും വേർതിരിവുകളിലേക്കും അച്ഛൻ നൽകിയ നന്മകൾ വെള്ളരിപ്രാവുകളായി പാറി പറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക സാന്നിധ്യം ഈ ഭൂമിയിൽ ഇനി ഇല്ല എങ്കിലും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വൈദികർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ, കായൽപ്പുറത്തെ ഇടവകയെ ഓർക്കുവാൻ, എല്ലാറ്റിലുമുപരിയായി തക്കലയ്ക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുവാൻ അദ്ദേഹം ഇതാ മാലാഖമാരോടൊപ്പം, വിശുദ്ധരോടൊപ്പം സ്വർഗത്തിൽ ദൈവപിതാവിന്റെ സന്നിധിയിൽ മാലാഖമാരാൽ പരിസേവിതനായി ഇപ്പോൾ ആയിരിക്കും.